പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിൻ്റെ തിരുവചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവവചന ഭാഗം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 40. എഫേസ്യ ലേഖനം 5:14 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Awake you who sleep, arise from the dead, Christ Jesus will give you light. നമ്മളെല്ലാവരും വെളിച്ചത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ വചനം പറയും നമ്മൾ പകലിനുള്ളവരാണ്. വി ബിലോങ് ടു ദ ഡേ, വി ബിലോങ് ടു ദ ലൈറ്റ്. നമ്മൾ വെളിച്ചത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വെളിച്ചത്തിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് വെളിച്ചത്തെ കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, ദൈവം പകലും രാത്രിയും സൃഷ്ടിച്ചപ്പോൾ പകലിൻ്റെ ഉദ്ദേശം നാം ജീവിക്കാനാണ്, പണിയാനാണ്, ജോലി ചെയ്യാനാണ്. എന്നാൽ രാത്രിയുടെ ഉദ്ദേശ്യം നാം ഉറങ്ങാൻ വേണ്ടിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അങ്ങനെ ഒരു വചനഭാഗം പറയുന്നുണ്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ. അപ്പോൾ ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. ഇപ്പം രാത്രി ഉറങ്ങാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഇവിടെ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ഒരു രാത്രിയുടെ അനുഭവത്തെയാണ് കാണിക്കുന്നത്, ഒരു ഡാർക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതിന് മുന്നിലുള്ള വചനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്. അതായത് 5:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇരുളിൻ്റെ കൂട്ടായ്മ വരുമ്പോഴാണ്, ഇരുളിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകുമ്പോഴാണ് നാം ഉറക്കത്തിലേക്ക് വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിക്കേണ്ട സമയത്ത്, ഉണർന്നിരിക്കേണ്ട സമയത്ത്, ഉണർന്നിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ ഞാനും നിങ്ങളും ഉറക്കത്തിലേക്ക് വീഴുന്നതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇരുട്ടിൻ്റെ പ്രവർത്തികളുമായി നാം ഒരു കൂട്ടായ്മയിലായി പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് വാണിംഗ് തന്നിരിക്കുന്നത്, ഡോണ്ട് എവർ ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ഡാർക്ക്നെസ്, ദ വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ്. When you come into a fellowship with the darkness, you will automatically become a sleeper. That is what has happened here. ഇവിടെ അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ശാസിക്കാതെ, അതിനെ റിബ്യൂക്ക് ചെയ്യാതെ, അറിഞ്ഞുകൊണ്ടോ അറിയാതോ അതിന് കൈകൊടുക്കുമ്പോൾ, ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളോടുകൂടെ ചേരുമ്പോൾ നാം ഉറങ്ങിപ്പോകുന്നു, ആലസ്യത്തിലായി പോകുന്നു. നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് വെളിച്ചമായിരിക്കാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? വി ആർ കോൾഡ് ടു ഗിവ് ലൈറ്റ് ടു എ പീപ്പിൾ ഹു ആർ ഇൻ ഡാർക്ക്നെസ്. അന്ധകാരത്തിലിരിക്കുന്ന, ഇരുട്ടിലിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വെളിച്ചമാകുവാൻ തക്കവണ്ണം, വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഒരു പക്ഷേ നാം താമസിക്കുന്ന ഇടങ്ങളിലായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ എവിടെ അയക്കുന്നുവോ അവിടെ വെളിച്ചം കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ വെളിച്ചം കൊടുക്കേണ്ടവരാണ് നമ്മളെന്നുള്ള സത്യം മറന്ന്, നമ്മുടെ വിളിയെ മറന്ന് നാം ഉറങ്ങിപ്പോവുകയാണ്. ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോവുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക. ഈ മരിച്ചവരെന്ന് പറയുന്ന ആരാന്നറിയാമോ? ഇരുട്ടിൽ വസിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആ അധ്യായം മുഴുവനും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, ദുർനടപ്പ്, അശുദ്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പൊട്ടച്ചൊല്ല്, കളിവാക്ക് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി
ഇങ്ങനെ കുറച്ച് കൂട്ടരെ പറഞ്ഞിട്ടാണ്. നമുക്കറിയാം മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ പറയുന്നുണ്ട്. അതേ പ്രവൃത്തികളിൽ വസിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരെന്ന് പറയുന്നത് ആത്മീയമായി മരിച്ചവരാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ ദൈവമക്കളെ. ഈ രീതിയിലുള്ളവർ, ഈ ദുർനടപ്പുകാരായിരിക്കുന്നവർ, വിഗ്രഹാരാധികൾ എന്ന് പറയുമ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവർ മാത്രമല്ല വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി അല്ലാതെ മറ്റെന്തിനു വേണ്ടിയും ജീവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. ലോകത്തെ ആയിരിക്കാം, പണത്തിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കാം, സുഖ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കാം, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കാം, ഭവനത്തിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കാം, ജോലിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കാം. ദൈവത്തിന് വേണ്ടി അല്ലാതെ ജീവിക്കുന്നവർ, അതായത് തങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയെ മറന്ന് ജീവിക്കുന്നവരൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇരുട്ടിൽ ജീവിക്കുന്നവരാ. നീ അവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ് നീ ഉറങ്ങിപ്പോകുന്നത്. അപ്പൊ മരിച്ചവരെന്ന് അവിടെ നിന്ന് എഴുതിയിരിക്കുന്ന വാക്യം, those who are dead, what does that dead means? Dead means spiritually dead, not physically dead. None of us are expected to sleep with dead bodies. No, we won't go to a mortuary and sleep with the dead bodies. No, this is talking about spiritually dead people who are having fellowship, believers who are having fellowship with the spiritually dead people. That is what it means. അതായത് ആത്മീയരെന്ന് പറയുന്ന, വിശ്വാസികൾ എന്ന് പറയുന്നവർ ആത്മീയമായി മരിച്ചവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവരെ കുറിച്ചാണ് പറയുന്നത്, നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന്. ദൈവമക്കളെ, കർത്താവിന്റെ വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ ആരുടെ വെളിച്ചമാണ്? മനുഷ്യരുടെ വെളിച്ചമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ എന്നിലുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഞാൻ ആരുടെ വെളിച്ചമായി തീരണം? മനുഷ്യരുടെ വെളിച്ചമായി തീരണം. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ആൻഡ് ദ ബൈബിൾ സേസ് life of Christ is the light of the people. That is what John chapter 1 verse 4 says. In him was light, in him was life, and the life was the light of men. That is what is written. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ വെളിച്ചം. Praise the Lord. ആ ക്രിസ്തുവിന്റെ ജീവൻ എന്നിലും നിങ്ങളിലും ഉണ്ടായാൽ we will be the light to the world. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായിട്ട് തീരും. അങ്ങനെ ലോകത്തിന്റെ വെളിച്ചമായി നടക്കേണ്ടിയ നമ്മളാണ് ഉറങ്ങിക്കിടക്കുന്നത്. Praise the Lord. ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്കറിയാം, ഈ പഴയ കാലത്തൊക്കെ in the olden times we see there were watch guards in the railway stations, and the junctions, the railway junctions as well. They are supposed to be awake all the time, especially when the train comes, because they have a light, they are holding up a light. When they show the light, the train will pass through. You understood what I am saying? What will happen if they don't show their light? The driver, the motorman will think that, the train driver will think that something wrong there. So he is the man, he is a watchman. If it is a green light or a red light, if it is a red light, the train will stop. If it is a green light, the train will continue to run. So it is his responsibility. He is not expected to sleep when he is supposed to be awake. അവൻ ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങിപ്പോകുവാനുള്ളവനല്ല. ഞാനൊരു വചനത്തിലേക്ക് വരട്ടെ. ഇന്നത്തെ മെസ്സേജിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. 5-ാമത്തെ വാക്യം മുതൽ, 1 Thessalonians 5:5 മുതൽ. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. വി ഡോണ്ട് ബിലോങ് ടു ദ ഡാർക്ക്നെസ്. എന്താ ഡാർക്ക്നെസ്? നമ്മൾ കേട്ടു, ക്രിസ്തുവിന്റെ ജീവനാണ് വെളിച്ചം. ക്രിസ്തുവിന്റെ ജീവനെതിരെ നിൽക്കുന്നതൊക്കെ രാത്രിയാണ്. ആൻഡ് വി നോ the world of darkness. What does the world of darkness means? World of darkness means the world of Satan, world of evil powers and principalities. They are the world of darkness. When we join them, when we join the work of the darkness, we belong to him. ഇവിടെ പറയുന്നു, we don't belong to them. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും
പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമുള്ളവരായിരിക്കുക. ഇംഗ്ലീഷിലെ വചനം നോക്കിയേ. You all the children of light and the children of the day, we are not of the night nor of darkness. Therefore let us not sleep, so do others, but let us watch and be sober. We are not supposed to sleep when we are supposed to be awake. നാം ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങിപ്പോകരുത്. അപ്പൊ ഉറങ്ങിപ്പോകുന്ന വ്യക്തി എപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നതെന്നാ വചനം പറയുന്നത്? രാത്രിയിൽ ഉറങ്ങിപ്പോകുന്നു. രാത്രിയുടെ കൈകളിലായി പോകുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. രാത്രിയുടെ പ്രവർത്തികളിലായി പോകുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വെളിച്ചത്തിൽ വസിക്കണം. ഞാൻ വെളിച്ചത്തിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെളിച്ചത്തിൻ്റെ ഉടയവനായ ക്രിസ്തുവിനോട് കൂടെ എപ്പോഴും ഞാൻ നടക്കണം. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ വസിക്കണം. ദൈവ ശബ്ദം ഞാൻ എപ്പോഴും കേൾക്കണം. ദൈവത്തോടു കൂടെ ഞാൻ വസിക്കുന്നുവെങ്കിൽ, ദൈവശബ്ദം ഞാൻ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇരുട്ടിന് എൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം ഡാർക്ക്നെസ് ഈസ് അഫ്രൈഡ് ഓഫ് ലൈറ്റ്. വെളിച്ചമുള്ള ഇരുട്ട് ഒരിക്കലും വരത്തില്ല. No matter how great the darkness is, no matter how powerful the darkness is, if there is light somewhere, the darkness is afraid of the light. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, so long as we are with the Lord, so long as we have the fellowship with the Lord, so long as we have the fellowship with the Holy Spirit of God, I tell you, darkness will be afraid of you and you will no way spiritually sleeping. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്, ദൈവത്തോടു കൂടെ വസിക്കുക, ദൈവ ശബ്ദം കേൾക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെളിച്ചമായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വെളിച്ചത്തിന് വേണ്ടി നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഡാർക്ക്നെസ് ആയിരിക്കുന്നിടത്ത് വെളിച്ചം കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഒരിക്കലും മറക്കരുത് ദൈവമക്കളെ. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ ചില അനുഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് ഉറങ്ങിപ്പോയവരെ കുറിച്ച്. ദൈവശബ്ദം കേൾക്കാതെ ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർ ഉറങ്ങിപ്പോയതായിട്ട് ചില അനുഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ നാം ആ ജോലി ചെയ്യാതെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് ഓർത്തേ. ദൈവവചനത്തിൽ അതൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. ജോനയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബുക്ക് ഓഫ് ജോന, if you read through from first verse 1 to 6, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. God has called Jonah for a purpose. God has called Jonah for a purpose. He has chosen him for a purpose. Prophet Jonah, പ്രവാചകനായ യോനയെ ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി വിളിച്ചു. നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് ആ പദ്ധതി എന്നറിയാമോ? അവിടെ പറയുന്നു, മഹാനഗരമായ നിനവയിലേക്ക് പോയി നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. Here is a group of people who are living in darkness, who are living in sin, who are living against God, who are not willing to come near God. ദൈവത്തിൽ നിന്ന് അകന്ന് അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഇവിടെ കാണിക്കുക, ഒരു ജനത്തെ കാണിക്കുക. നിനവയിലുള്ള ജനം, അവർ ദുഷ്ടതയിലാണ് കഴിയുന്നത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് അറിയുകയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, അനേകർ ചിന്തിക്കുന്നത് പോലെ ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇസക്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം നോക്കുമ്പോൾ, അതുപോലെ തന്നെ 33-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമില്ല. ഐ ഹാവ് നോ പ്ലഷർ ഇൻ ദ ഡെത്ത് ഓഫ് വിക്കറ്റ്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമില്ല. അവൻ മനംതിരിഞ്ഞ് മാനസാന്തരപ്പെടണമെന്നല്ലോ ഞാൻ അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്? ഗോഡ് ഡസന്റ് വാണ്ട് എനിവൺ ടു ബി പെരിഷ്ഡ്. God doesn't want anyone to end up their life in eternal hell. So the Lord will do everything possible to reach them through his gospel. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിനവയിലെ അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യരുടെ അടുത്തേക്ക് രാത്രിയിൽ ഇരുട്ടിന്റെ ശക്തിയിൽ, ഇരുട്ടിന്റെ പവർ ഓഫ് ഡാർക്ക്നെസ്സിൽ ആയിരിക്കുന്ന ഒരു ജനത്തിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയക്കുകയാണ്. എന്തുമായിട്ട്? വെളിച്ചവുമായിട്ട്, സുവിശേഷവുമായിട്ട് അയക്കുകയാണ്. ദൈവത്തിന്റെ ദൂതുമായിട്ട് അയക്കുകയാണ്.
പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? എന്നാൽ അവിടെ നോക്കിക്കേ, 2-ാമത്തെ വാക്യം, നീ പുറപ്പെട്ടു മഹാനഗരമായി നിനവയിലേക്ക് ചെന്ന് നീ അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ, ആരോടുകൂടെ? ഈ ഉറങ്ങുന്നവരോടുകൂടെ, ഈ അന്ധകാരത്തിൽ കഴിയുന്നവരോടുകൂടെ. കാരണം കപ്പലിലുള്ളതെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളല്ല. ഓർക്കണമേ, കപ്പലിലുള്ളതെല്ലാം ഈ നിനവയ്ക്ക് സമാനമായ ജനമാണ്, ദൈവത്തെ അറിയാത്ത ഒരു ജനമാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണാം, കപ്പൽ കുലുങ്ങുമ്പോൾ, ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ താന്താങ്ങളുടെ ദൈവത്തോട് നിലവിളിച്ചു എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായല്ലോ? അവർ യഹോവയോട് നിലവിളിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. കപ്പലുള്ളവർ they were crying out to their own gods. That means they didn't belong to God Jehovah. അപ്പൊ മനസ്സിലായേ? അപ്പൊ അവരോട് കൂടെ അവരെവിടെ പോയി എന്നറിയാമോ? തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. What was his calling? His calling was to go to Nineveh. But where did he go? He went to Tarshish. With whom? The people in that ship. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. അതിന് കാരണം എന്തൊക്കെയാണെന്നുള്ളത് 4-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഒരു ജനത്തിന് വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം പ്രവാചകനെ വിളിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേട്ടു, അതുകൊണ്ടാണ് അവൻ യാത്ര തുടങ്ങിയത്. പക്ഷെ യാത്ര ചെയ്ത് നേരെ ഓപ്പോസിറ്റിലേക്കാണ് യാത്ര ചെയ്തത്. ദൈവത്തിൽ നിന്ന് അകന്നവൻ യാത്ര ചെയ്തു. ദൈവത്തോട് കൂടിയിരിക്കുമ്പോൾ മാത്രമേ നീ വെളിച്ചത്തിൽ ജീവിക്കൂ. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന നിമിഷം നീ അന്ധകാരത്തിലാണ്. My children, listen to me very carefully. So long as with the Lord, so long as you are with the Lord, you are in the light. The minute you chose to be away from God, you are going into darkness. That is what has happened here. This man, he got into a ship which is going to the other side, Tarshish. With whom? Those who are in the ship, they were not born again. They were not the people of Yahweh. യഹോവയുടെ ആൾക്കാരായിരുന്നില്ല. ഉറങ്ങുന്നവരോട് കൂടി അവൻ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം പറയാത്ത വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവമക്കളെ, ഇവിടെ ഒരു വലിയ സത്യം. He took his calling lightly. He took his calling lightly. He took the word of God lightly. Praise the Lord. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകത്തില്ലേ? ദൈവ പൈതലാണെന്നുള്ള സത്യം മറന്ന്, ഹല്ലേലൂയ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള സത്യം മറന്ന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്നുള്ള സത്യം മറന്ന് ജോലി സ്ഥലത്ത് പലപ്പോഴും നമ്മൾ പെരുമാറത്തില്ലേ? My children, are you forgetting the fact that you belong to a God? You belong to the living God? Do you forget sometimes the fact that you are a Christian? When you are with your friends, how do you behave there? When you are mingling with them, when you are spending time out with them, do you behave like a Christian? Do you behave like a born again child? Do you behave like a church going person? Or do you behave like some of your friends? This is what has happened here. Hallelujah. ഇവിടെ ഈ മനുഷ്യൻ മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ he took his calling very, very lightly. That is the reason he just ignored God. As if he didn't hear God. ദൈവം എത്ര ഭയങ്കരമായ, നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഭയങ്കരമായ ഒരു പാപമാണ് അവൻ ചെയ്തത്. ദൈവം പറഞ്ഞു ഇന്നടത്തേക്ക് പോകാൻ, അവൻ നേരെ ഓപ്പോസിറ്റിൽ പോയി. ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയും, ഓ വി വുഡ് നെവർ ഡു ദാറ്റ്. Look into your life, many a times you do it. Look into my life, am I doing it? ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണോ ചെയ്യുന്ന ദൈവമക്കളെ? എന്താ ദൈവം നമ്മളോട് പറഞ്ഞത്? അന്ന് യോനയോട് പറഞ്ഞ് നിനവയിലേക്ക് പോകാൻ. അതിന് സമാനമായി ഇന്ന് ദൈവം നമ്മുടെ വചനത്തിലൂടെ പല കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ വചനപ്രകാരമാണോ നാം ജീവിക്കുന്നത്? പലപ്പോഴും അതിന് ഓപ്പോസിറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആരുടെ കൂടെ ഇരുന്ന് കാര്യം പറയാനാണ് ഇഷ്ടം? ആരുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് ഇഷ്ടം? ദൈവമക്കളോടുകൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ദൈവിക കാര്യങ്ങളാണ്. അവർ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയത്തില്ല.
അവരുടെ കൂടെ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ 2 മണിക്കൂറും ഒരുപക്ഷെ ആദ്യത്തെ അരമണിക്കൂറോ 10 മിനിറ്റോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും, മറ്റു കാര്യങ്ങൾ പറയും. ബാക്കി സമയം അവർ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. നമുക്കാർക്കെങ്കിലും ബോറടിക്കുമോ? നമ്മളിൽ പലർക്കും ലോകക്കാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഇഷ്ടം. കൊച്ചു കൊച്ചു തമാശകളും കേട്ട്, കുറച്ച് പൊളിറ്റിക്സും കേട്ട്, കുറച്ച് ലോകകാര്യങ്ങളും കേട്ട്. So you are exactly like Jonah traveling in that ship with the worldly people into a different direction. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം മറന്നു പോകരുത്. നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. ആര് ദൈവത്തിൽ നിന്ന് അകലുന്നു അവൻ ഡാർക്ക്നെസ്സിലേക്കാണ് പോകുന്നത്. And he will be sleeping there. നമുക്കത് കാണാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ. മറന്നു പോകരുത് ദൈവമക്കളെ. It is very, very serious. We need to examine ourselves all the time. Whose company I like? Whose fellowship I like? What really I am passionately pursuing after? അത് നമ്മളെ പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ കണ്ടീഷനാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഹല്ലേലൂയ ലോർഡ്, there is something terribly happening in me. എന്നിൽ എന്തോ ഭയങ്കരമായിട്ട് എന്തോ സംഭവിക്കുന്നു കർത്താവേ. ഞാൻ പലപ്പോഴും തെറ്റി പോവുകയാണ്. കർത്താവേ എന്നോട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ മുന്നോട്ട് നമ്മൾ എടുക്കുക. നോക്കിക്കേ, ഇതുപോലൊരു അനുഭവം വേറൊരാൾക്കുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പൻ്റെ കൂടെ ജീവിച്ച ഒരു മോനാ ജനിച്ച നാൾ മുതൽ. അവിടെ ഒരു മോനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ലോകമവന് പേരിട്ടു പ്രോഡിഗൽ സൺ എന്ന്, മുടിയനായ പുത്രനെന്ന്, അല്ലേ? എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. മൂത്ത മകനെയും ഇളയ മകനെയും തമ്മിൽ തിരിച്ചറിയാനായിരിക്കാം ലോകമനെ പ്രോഡിഗൽ സൺ എന്നിട്ട്. അത് എന്തുമായിക്കൊള്ളട്ടെ. But what I am telling about that boy, right from the day he was born up until the day he left his father, he was in that house. He was in that house. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട് വിട്ടു പോവുകയാണ്. ഡെലിബറേറ്റ്ലി, അറിഞ്ഞുകൊണ്ട് തന്നെ അവനെടുത്ത തീരുമാനമാ ഞാൻ അപ്പനെ വിട്ടു പോകാന്നുള്ളത്. അപ്പൻ ഇഷ്ടമില്ലാത്തവരിടത്തേക്ക് അവൻ പോയി. അവൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. He was living a riotous life. A terrible life he was living in. He was living in sin. He was living in darkness. If someone saw him living like that there, they would have never thought that he was the son of this father. അവനാ ജീവിക്കുന്നത് ആരെങ്കിലും അവിടെ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്ക് പറയാൻ പറ്റത്തില്ല ഈ അപ്പൻ്റെ മോനാണ് അവനെന്ന്. കാരണം അത്രമാത്രം മ്ലേച്ഛകരമായ ഒരു ജീവിത രീതിയിൽ അവൻ ജീവിച്ചു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ൽ നമ്മൾ കാണുന്നത്. Why? Because he is away from his father. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ ജോലി സ്ഥലത്ത് കാണുന്നവർ, നമ്മളെ കോളേജിൽ കാണുന്നവർ, സ്കൂളിൽ കാണുന്നവർ, സൂപ്പർ മാർക്കറ്റിൽ കാണുന്നവർ, നമ്മളെ വാഹനം ഓടിക്കുന്നത് കാണുന്നവർ, ആരെങ്കിലും പറയുമോ ഈ പിതാവിൻ്റെ മകനാണ് നമ്മളെന്ന്, ഈ പിതാവിൻ്റെ മകളാണ് നമ്മളെന്ന്? Do we give a testimony out to the world that we belong to this Father? We belong to this Lord Jesus. We are a Christian. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പോകുന്നവർക്ക് എപ്പോഴും ഒരു വില കൊടുക്കേണ്ടി വരും മടങ്ങി വരണമെങ്കിൽ. They need to pay a price to come back. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു വ്യക്തിക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരു വില കൊടുക്കേണ്ടി വരും. കാരണം എന്തെന്നറിയാമോ? ദൈവം ഇടപെടാതെ, ദൈവം വഴിയൊരുക്കാതെ ആ വ്യക്തിക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നറിയാമോ? ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹം ആ വ്യക്തിയുടെ പിന്നാലെ പോകും. ചില അനുഭവങ്ങളിലൂടെ ആ വ്യക്തിയെ ദൈവം മടക്കിക്കൊണ്ടുവരും. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ജോനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഈ മനുഷ്യൻ കപ്പലിൽ കയറിയിട്ട് യാത്ര ചെയ്ത് എത്തുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, തർശീസിലാണ് എത്തുന്നത്. പക്ഷെ അതിനു മുമ്പ് അവൻ കപ്പലിൽ എന്തോ സംഭവിച്ചെന്നറിയാമോ? അവൻ കപ്പലിൽ കയറിയിട്ട്, ഇവിടെ വചനം പറയുന്നുണ്ട്, കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. I tell you one thing, my brother, my sister, you and I, if you are chosen by God, always under his spotlight. കർത്താവിൻ്റെ സ്പോട്ട്ലൈറ്റിൻ്റെ കീഴിലാണ് നമ്മളെപ്പോഴും. ഓർത്തുകൊള്ളണം, നമ്മുടെ രാത്രിയും പകലും കർത്താവിൻ്റെ മുമ്പിൽ പകൽ പോലെ.
നമുക്ക് മനുഷ്യരെ മറയ്ക്കാൻ പറ്റിയേക്കാം, മനുഷ്യരെ ഒളിപ്പിക്കാൻ പറ്റിയേക്കാം. എന്നാൽ നമ്മുടെ സകല വിചാരങ്ങളും വികാരങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുക. അതായത് ഒരു 1000 വോൾട്ട് ഹാലോജൻ ബൾബിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ലൈറ്റിൻ്റെ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ കീഴിൽ പോയി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? We will be exposed completely. Anyone could see us. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് മറയ്ക്കാൻ പറ്റത്തില്ല ദൈവത്തിന്. ഇവിടെ ജോന കപ്പലിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവനെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? നിനവയിലേക്ക്. അവൻ എന്നാൽ പോകുന്നത് എങ്ങോട്ടാ? തർശീശിലേക്ക്. കർത്താവ് എന്തുവാ ചെയ്തെന്നറിയാമോ? അവിടെ വചനം പറയുന്നു, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. Why? God sent a storm there out into the sea so that the ship started shaking. It was almost there to be drowned, there to be sinking. ആരുടെ നിമിത്തമാ? ഈ ജോനായെ കൊണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ച വിളി വിട്ട് നാം എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ പുറകെ അയക്കുന്നത് കൊടുങ്കാറ്റിനെ ആയിരിക്കും ചിലപ്പോൾ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന സണ്ണ് പോയി, അവൻ അപ്പനിൽ നിന്ന് ഒത്തിരി അകന്നുപോയി. നമുക്കറിയാൻ കഴിയും, പിതാവിൽ നിന്ന് അകന്നുപോയി അവനെ തേടി അവിടെ എത്തിയത് അവസാനം എന്തോന്നറിയാമോ? വലിയൊരു ക്ഷാമമായി എത്തിയത്. There was a great famine. ആ ഫാമിനിലാ അവൻ പന്നി തിന്നുന്ന വാളവരെയൊക്കെ തിന്നാനായിട്ട് പോയത്. ആ ഫാമിൻ വന്നതുകൊണ്ട് അവൻ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തത്. മനസ്സിലാക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ ജോന കപ്പലിൽ കയറിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കപ്പലിൽ ആ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റടിപ്പിച്ച് കപ്പലിനെ ഒന്ന് കുലുക്കി. കപ്പലിനെ കുലുക്കിയപ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് കാണുവാൻ കഴിയും. താഴേക്ക് വായിച്ചു വരുമ്പോൾ, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവരാരും യഹോവയുടെ മക്കളായിരുന്നില്ലെന്നുള്ളതാണ് പറയുന്നത്. താങ്കളുടെ ദേവനോട് നിലവിളിച്ചു. ഓക്കെ, താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒന്ന് മാത്രം മനസ്സിലാകും. ഈ എബ്രായനായിട്ടുള്ള ഒരുവനെ ഉള്ളായിരുന്നു, ജോന. ബാക്കി എല്ലാവരും ജാതികളായ മനുഷ്യരായിരുന്നു, ദൈവത്തെ അറിയാത്തവരായിരുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അവൻ ഇരുട്ടിലുള്ളവരുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ താഴേക്ക് വായിച്ചു നോക്കിയേ, അവർ ഓരോരുത്തരും താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുക. എത്ര ഭംഗിയായിട്ടോ വചനം എഴുതിയിരിക്കുന്ന അറിയാമോ? നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഇവിടെ നോക്കിക്കേ, വളരെ ശ്രദ്ധിക്കണമേ. പ്രശ്നത്തെ അതിജീവിക്കുവാൻ ദൈവത്തെ അറിയാത്തവർ ചെയ്ത് എന്തോന്നറിയാമോ? കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാൻ തക്കവണ്ണം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞു. നാളത്തെ ദിവസത്തെക്കുറിച്ച് അവർ ഓർത്തില്ല. അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു ആ കപ്പലിൽ മനുഷ്യരൊഴികെ ബാക്കി എല്ലാം പറക്കി എറിഞ്ഞു കാണും. എന്തിന്? അവർ കരുതി ഈ കപ്പൽ കിടന്ന് കുലുങ്ങുന്നത് ഈ ഭാരത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം കോളിളക്കങ്ങൾ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ദൈവം പിടിച്ച് പലപ്പോഴും കുലുക്കുമ്പോൾ, ദൈവ വഴിവിട്ട് നാം പോകുന്നുവെന്ന് ദൈവത്തിന് തോന്നുമ്പോൾ, ദൈവം ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ മേൽ അടുപ്പിക്കുമ്പോൾ, നമ്മളും ചില മാനുഷിക മാർഗങ്ങൾ അവലംബിക്കും. കുറച്ചുകൂടെ ഫാസ്റ്റിങ്, കുറച്ചുകൂടെ പ്രാർത്ഥനകൾ, കുറച്ചുകൂടെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക, പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ ബേസിക്കലി ഫണ്ടമെന്റലി ആ ഉറക്കം നീ മാറ്റാത്തിടത്തോളം കാലം, പ്രൈസ് ദി ലോർഡ്, കപ്പലിലെ കൊടുങ്കാറ്റ് നിൽക്കത്തില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അടിത്തട്ടിൽ നന്നായി കിടന്ന് ഉറങ്ങുന്ന യോന ഉണരാത്തിടത്തോളം കാലം, അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കാത്തിടത്തോളം കാലം കപ്പലിന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. മറന്നുപോകരുത് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വസ്ഥതയില്ലാത്ത അനുഭവം കടന്നു വരുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ കോളിങ്ങിനെ മറന്ന് നാം ജീവിക്കുന്നത് കൊണ്ട്. പലപ്പോഴും കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ ഉദ്ദേശ്യങ്ങളുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്നിനൊന്നും സമയമില്ല, നമുക്കതിനൊന്നും ചിന്തിക്കുവാൻ കഴിയില്ല.
അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അതൊന്നുമല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ ചിന്തിച്ച് മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ ചില കൊടുങ്കാറ്റിനെ അടുപ്പിക്കും, അല്ലെങ്കിൽ ചില ക്ഷാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തും. എന്തിന്? മടങ്ങി പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ! തന്നെ ആരയച്ചോ അവനെ നോക്കി നിലവിളിക്കുവാൻ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കിയേ, ചരക്ക് സമുദ്രത്തിലെ ഈ കപ്പലിലുണ്ടായിരുന്നതെല്ലാം എടുത്തു കളഞ്ഞു, എന്നിട്ടും കപ്പലിൻ്റെ കുലുക്കം നിന്നില്ല. താഴേക്ക് നോക്കിയേ, കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും താഴേക്ക് നോക്കിയേ, അവർ ചീട്ടിടുകയാണ് ആരുടെ നിമിത്തം ഇത് സംഭവിച്ചെന്ന്. ചീട്ട് ആരുടെ മേൽ വീണു? ജോനയുടെ മേൽ വീണു. ദിസ് ഈസ് ഹൗ ദ ലോർഡ് ഈസ് സ്പോട്ടിങ് എ പേഴ്സൺ. This is how God is locating, going after that one person. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജാതികളായിരുന്ന അവരോട് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച് കാണും കർത്താവ് എന്താ? ചീട്ടിടാൻ. അപ്പോൾ അവർ ചീട്ടിട്ടപ്പോൾ കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചു. ജോനയുടെ പേര് വന്നു. എന്നിട്ട് ജോനയോട് എന്ത് പറഞ്ഞു? ജോന എന്ത് ചെയ്യുന്നറിയാമോ? എടുത്ത് കടലിലിട്ട്. നമുക്കറിയാൻ പറ്റും, എടുത്ത് കടലിടുന്നതായിട്ട് കാണുവാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഓൾവേസ് ദർ ഇസ് എ പ്രൈസ് ടു പേ. ജോന ഒരിക്കലും കടലിൽ വീഴേണ്ടിയവനല്ല. അവനെ വിളിച്ചത് കടലിൽ കിടക്കാനല്ല വിളിച്ചത്. അവനെ വിളിച്ചത് ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ സുവിശേഷം അറിയിക്കാനാ, ഒരു ജനത്തെ മുഴുവനും വിടുവിക്കാനാ. ദൈവത്തിന്റെ പ്രതിനിധിയായി, ദൈവത്തിന്റെ പ്രവാചകനായി ദൈവമില്ലാത്ത ഒരു ദേശത്ത് എന്ന് അവർക്ക് ദൈവത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ വിളിച്ചതാണ്. അവൻ ഒരിക്കലും കടലിൽ വീഴേണ്ടിയവനല്ല. പക്ഷെ കടലിൽ വീഴേണ്ട സാഹചര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ കാരണം അവൻ ദൈവത്തെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷേ വെള്ളത്തിൽ വീണ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമെങ്കിൽ അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ചില അനുഭവങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. ദൈവത്തോട് നാം ചേർന്നിരിക്കുന്നു എങ്കിൽ കർത്താവ് കരുണയുള്ളവനാണ്, കർത്താവ് ദയയുള്ളവനാ, കർത്താവ് കൃപയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, അവിടുന്ന് നമുക്ക് സഹിക്കുന്നതിനപ്പുറം പരീക്ഷകൾ അനുവദിക്കത്തില്ല. സോ ഇറ്റ്സ് ഓൾ ബീൻ കൺട്രോൾഡ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ വാക്യത്തിന്റെ അർത്ഥം, നമുക്ക് സഹിക്കുന്നതിന് മീതെ പരീക്ഷകൾ വരത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ പരിതപിക്കത്തില്ല, നമ്മൾ കയ്യും കാലും വിട്ട് അടിക്കത്തില്ല. നമ്മുടെ മേൽ കൃപ വരും, ദൈവത്തിൻ്റെ സർവശക്തൻ്റെ കൃപ വരും. ആ കൃപ ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കും കർത്താവ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുവെന്ന്. നമ്മൾ ആകെ പാനിക്കാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ജോന പാനിക്കാകുന്നത് പോലെ, അല്ലെങ്കിൽ പ്രോഡിഗൽ സണിൻ്റെ അനുഭവത്തിൽ കാണുന്നത് പോലെ. ഹല്ലേലൂയ, ദൈവമില്ലാത്ത അവസ്ഥ. പ്രൈസ് ഗോഡ്. വ്യക്തമായിട്ട് നമുക്കറിയാം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന്, എന്നെ ദൈവം കടാക്ഷിക്കുന്നില്ലെന്ന്, എന്നെ ദൈവം കൈവിട്ടിരിക്കുന്നുവെന്ന്. ആ അനുഭവമാണ് പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അനുഭവം. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന്, ദൈവം എന്നെ കൈവിട്ടിട്ടില്ലെന്ന്, ദൈവം എന്നെ സഹായിക്കുന്നുവെന്ന്, ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ തീയിൽ കൂടി കടന്നു. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അവർ തീക്കകത്താണ്, പക്ഷെ അകത്ത് അവർക്ക് തീയുടെ ഒരു ചൂടുമേറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഡാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു. വെളിയിൽ നോക്കുമ്പോൾ വെളിയിൽ നിന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഡാനിയേൽ കിടക്കുന്നത് സിംഹത്തിന്റെ കൂട്ടത്തിലാണ്. ഒരു പക്ഷെ കടിച്ചു പറിച്ച് കാണുമെന്ന്, കൊന്നു കാണുമെന്ന്. പക്ഷേ ഡാനിയേലിനറിയാം സിംഹക്കൂട്ടില് ഹല്ലേലൂയ സിംഹം അതിന് ചുറ്റും നടക്കുകയാ, വാ തുറക്കാൻ പറ്റുന്നില്ല സിംഹത്തിന്. ഇതാ ഞാൻ പറഞ്ഞ ദൈവകൃപയിൽ നാം നിൽക്കുന്ന അനുഭവം. ദൈവം കൂടെയുണ്ട്, ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്ന സാഹചര്യങ്ങൾ, ജോനയുടെ ജീവിതത്തിലും പ്രോഡിഗൽ സണിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് ദൈവമില്ലാത്ത അവസ്ഥയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥ, ദൈവത്തോട് മറുതലിച്ച അവസ്ഥ. മനഃപൂർവ്വം പ്രോഡിഗൽ സൺ പിതാവിൽ നിന്ന് മനഃപൂർവ്വം വില്ലിംഗ്ലി ബൈ ഹിസ് ഓൺ ചോയ്സ് ഹി ലെഫ്റ്റ് ദ ഹൗസ് ഓഫ് ഗാഡ്. Here Jonah by his own choice he took the other way round, other direction to go. Praise the Lord. മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ നാളുകളിൽ അങ്ങനെ വിളിച്ച വിളിയിലാണോ ഞാൻ ജീവിക്കുന്നത്? അങ്ങനെ ഏൽപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായി ഞാൻ ചെയ്യുന്നുണ്ടോ? കർത്താവേ, ഞാനൊരു ദൈവ പൈതലാണ്,
പക്ഷെ ഒരു ദൈവ പൈതൽ ചേർന്ന രീതിയിലാണോ എൻ്റെ ജീവിതം? പ്രൈസ് ഗാഡ്. എന്നെ കൊണ്ട് സ്വർഗരാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് കഴിയുന്ന ഒരു കാര്യം ഓർക്കണേ ദൈവമക്കളെ, ഇഫ് ഗോഡ് ഹാസ് കോൾഡ് യു, ഹി ഹാസ് ഗിവൺ യു ദ പൊട്ടൻഷ്യൽ ടു വർക്ക് ഫോർ ഹിം. കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനുള്ള കൃപയും തന്നിട്ടുണ്ട്. നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോനായെ നിനവയിലേക്ക് പ്രസംഗിക്കാൻ വിട്ടെങ്കിൽ വ്യക്തമായിട്ട് പ്രസംഗിക്കേണ്ടത് എന്തെന്ന് ജോനായ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോനയുടെ 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും നിനവയിലേക്ക് കടന്നു എന്ന് ജോന പ്രസംഗിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മെ ദൈവം വിളിക്കുമ്പോൾ അവൻ ഒരിക്കലും നമ്മളെ MG ആയിട്ടല്ല വിളിക്കുന്നത്, അവൻ നിറച്ചിട്ടാണ് നമ്മളെ വിടുന്നത്. നമുക്കതിനുള്ള കൃപ തന്നിട്ടാണ് കർത്താവ് തൻ്റെ വേലയ്ക്കായി വിളിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഒരു കൃപ തന്നിട്ടുണ്ട്. കർത്താവ് കൃപാവരത്തെ തന്നിട്ടുണ്ട്. ചിലരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാകാം, ചിലരെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയാകാം, ചിലർക്ക് ദൈവത്തോട് സംസാരിക്കുന്നതിന് വേണ്ടിയാകാം, ചിലർക്ക് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടിയാകാം. ദാറ്റ് ഈസ് കോൾഡ് ഗിഫ്റ്റ് ഓഫ് ഹെൽപ്പ്. സഹായത്തിനുള്ള വരം. പല രീതിയിൽ സഹായിക്കാൻ പറ്റും. എല്ലാവരും പ്രസംഗിക്കണമെന്നില്ല, എല്ലാവരും ഇവാഞ്ചലൈസ് ചെയ്യണമെന്നില്ല. പക്ഷേ സ്പിരിറ്റ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വരം. നമ്മളിതെല്ലാം മറന്ന് ഈ കപ്പലിൽ യാത്ര ചെയ്യുക. ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ജനത്തോട് ചേർന്ന് ചിരിച്ച് കളിച്ച് ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. കപ്പൽ മാത്രമല്ല കുലുങ്ങുന്നത്, ചുറ്റുപാടുള്ളവരെല്ലാവരും കുലുങ്ങും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുക. നാം ഈ കടന്നു പോകുന്ന വഴികൾ അത് എത്ര ഭാരമുള്ളവരാണെന്ന് തോന്നിയാലും, ഹല്ലേലൂയ സ്തോത്രം, എത്ര പ്രയാസമുള്ളതാണെന്ന് തോന്നിയാലും ഒരു കാര്യമുണ്ട്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഭാരവും പ്രയാസവും നമ്മളെ മുക്കിക്കളയത്തില്ല. ഇല്ല എങ്കിൽ ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തതായി, നിനക്ക് താങ്ങുവാൻ കഴിയാത്തതായി, നിന്നെ ഭാരപ്പെടുത്തുന്നതായി നിനക്ക് തോന്നുന്ന ചില വിഷയങ്ങളുണ്ടോ? ദൈവം കൂടെയില്ലെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുണ്ടോ? തീർച്ചയായിട്ടും യു ഗോ ടു എക്സാമിൻ യുവർ സെൽഫ്. ആർ യു വാക്കിംഗ് അവേ ഫ്രം ഗാഡ്? ആർ യു വാക്കിംഗ് അവേ ഫ്രം ദ പ്ലാൻസ് ഓഫ് ഗാഡ്? Are you walking away from the purpose of God? Come back to God. Come back to the Lord and say, Lord, I have lived up to this time. ഇത്രയും വർഷങ്ങൾ ഞാൻ ഈ ഭൂമി ജീവിച്ചു, എന്നെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി എന്നെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി കർത്താവേ? പ്രൈസ് ഗാഡ്. നാം ശാന്തമായിട്ടൊന്ന് ശോധന ചെയ്യേണ്ടതായി വിഷയം. കുറച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല ദൈവമക്കളെ, ദൈവസഭയ്ക്ക് അത് കുറച്ച് വചനം പറഞ്ഞത് കൊണ്ടല്ല, ഹല്ലേലൂയ, നമ്മൾ വേറെ എന്തെങ്കിലും ചെറിയ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല. കർത്താവ് നിന്നെ വിളിച്ച വിളി അതിനേക്കാൾ എനിക്കറിയില്ല നിങ്ങളെ ദൈവം എന്തിനാ വിളിച്ചതെന്ന്. സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും, സഹോദരിമാരെ, നിങ്ങളെ ഓരോരുത്തരെയും എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. യു നോ ഇറ്റ്, ബട്ട് ഐ നോ വൈ ഐ ആം കോൾഡ് ഫോർ. പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്നെ വിളിച്ചത്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അത് വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശോധന ചെയ്യുക. കർത്താവെ, എന്നെ കൊണ്ട് അങ്ങക്ക് എന്താ പ്രയോജനമുള്ളത്? ദൈവസഭയിലെ മെമ്പർ എന്നുള്ള നിലയിൽ സഭയിൽ ഏതെങ്കിലും ഒരു കസേരയിൽ എക്യുപ്പൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശ്യം. മുമ്പേ പറഞ്ഞത് എന്തോന്നറിയാമോ? ഇരുട്ടിലുള്ളവരോട് വെളിച്ചത്തെക്കുറിച്ച് പറയാനാണ് നമ്മളെ വിളിച്ചത്. കാരണം ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് തന്നെ നിന്നെ വിളിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും വെളിച്ചമായി തീരാൻ നമുക്ക് കഴിഞ്ഞോ ദൈവമക്കളെ? ഒരൊറ്റ വ്യക്തിക്കെങ്കിലും യേശുവിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരു വെളിച്ചമായി തീരുവാൻ കഴിഞ്ഞോ? നമ്മൾ എത്ര ലാഘവത്തോടാണ് ജീവിതം എടുക്കുന്നത്. ഇനി എന്നാ നമ്മൾ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, വചനത്തിലെങ്ങും എഴുതിയിട്ടില്ലെങ്കിൽ തന്നെയും എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ യു വിൽ സീ സം പീപ്പിൾ ഓൺ ദി അതർ സൈഡ് ഹു ആർ ക്രൈയിങ്. പ്രോബബ്ലി സം ഓഫ് ദം വിൽ ബി ലുക്കിംഗ് അറ്റ് യു. Some of your great friends, some of the friends with whom you were cracking jokes, some of the friends with whom you were having tea, you were having friendship, worldly friendship. അങ്ങനെയുള്ള കുറെ പേരെ സ്വർഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവർ കണ്ണുനീരോടെ ചോദിക്കും,
നമ്മൾ ഒരുമിച്ച് എത്ര നാളുകൾ നടന്നിട്ടുണ്ട്? ഈ യേശുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? I strongly believe in this. ദൈവമക്കളെ, നമ്മൾ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ, ഈ വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പക്ഷെ നമ്മൾ പലരും പറയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞാൽ he will not become my friend. He will despise me, she will despise me. So I may lose the friendship, so I won't share Jesus with them. Many of us, many a times, hide our identity being a Christian, being a child of God. ഒരു ദൈവ പൈതൽ എന്നുള്ള ഐഡന്റിറ്റി നാം പലയിടത്തും മറച്ചു വെക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? പലയിടത്തും നാം ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഡിസ്പൈസ്ഡായി പോകും, നമ്മൾ അവഹേളിക്കപ്പെട്ടു പോകും. അതുകൊണ്ടത് മറയ്ക്കും. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ സത്യമാ ദൈവമക്കളെ ഇത്. പൂർണ്ണമായി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേലയിൽ നാം വിശ്വസ്തരായിട്ടുണ്ടോ എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇവിടെ ജോനായ്ക്ക് കർത്താവ് രണ്ടാമതൊരു അവസരം കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? കാരണം കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ഈ പ്രോഡിഗൽ സണ്ണും ദൈവം രണ്ടാമതൊരു അവസരം കൊടുത്തു ടു കം ബാക്ക്. ജോന ഓൾസോ ഹി ഗേവ് ആൻ ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ടൈം ടു കം ബാക്ക്. നമുക്കറിയാം പീറ്ററിനെ, പത്രോസിനെ കുറിച്ച് അറിയാം അല്ലേ? ലൂക്കോസിന് സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ പത്രോസിന് കർത്താവ് രണ്ടാമതൊരു അവസരം കൊടുക്കുന്നുണ്ട്. നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തിക്കൊള്ളുക. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ദൈവമക്കളെ? They all had paid a price. They were willing to pay a price. In Jonah's case, we know he was thrown into the bottom of the sea. He was swallowed by a fish. So many things had happened. He was in the belly of fish for 3 days. Imagine you are in the belly of a fish. How would you feel there? ആ അനുഭവത്തിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് കേട്ടോ. ജോനായെ പോലെ ബെല്ലിയിൽ ആ ഫിഷിൻ്റെ, ആ മത്സ്യത്തിൻ്റെ വയറിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി നിലവിളിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ഒരുപാട് ദൈവമക്കളുണ്ട് ഇന്നത്തെ കാലത്ത്. പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, എപ്പോഴും സ്ട്രെസ്സിൽ. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, ദൈവദാസന്മാർക്കോ ദൈവദാസിമാർക്കോ പ്രയാസങ്ങൾ വരത്തില്ലെന്നല്ല പറഞ്ഞു. എത്രയോ മിഷണറിമാർക്ക് കഷ്ടതകൾ വരുന്നുണ്ട്, അപ്പോസ്തലന്മാർക്ക് കഷ്ടതകൾ വരുന്നില്ല. ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ അവരുടെ ഒന്നും കഷ്ടതകളാന്ന് പറയത്തില്ല. ചില ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ എന്നെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ട് പറയും ഭയങ്കര പ്രയാസമാതാ ഇതാന്നൊക്കെ. ഒത്തിരി എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർ, ഐ ഹാവ് നോട്ടീസ്, അതവർ, ലെറ്റ് മീ ടെൽ യു, ചിലർ അത് ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. അപ്പോൾ ഞാൻ അവരോട് ഓപ്പണായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഹൂ കോൾഡ് യു ടു സെർവ് ഹിം? നിങ്ങളെ ആരാ വിളിച്ചത് ശുശ്രൂഷ ചെയ്യാൻ? കർത്താവാണോ വിളിച്ചത്? ആ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം മനുഷ്യരോട് പറയും ഇന്നയാളിനെ സഹായിക്കാൻ. ദൈവം അതിനുള്ള വഴികളെ കൊണ്ടുവരും. ഏലിയാവിനെ സഹായിക്കാൻ കാക്കയെ അയച്ചത് വേറൊരു കാക്കയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ആ കാക്കയോട് പറഞ്ഞത് പോയി ചെയ്യാൻ, അവിടെ പറഞ്ഞു ചെല്ലാൻ. ദൈവജനത്തിൽ എത്രയോ തെളിവുകളുണ്ട്. ദൈവം ഓരോരുത്തരെ മറ്റുള്ളവരുടെ സഹായത്തിനായി ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞത് പ്രയാസങ്ങൾ വരത്തില്ലെന്നല്ല പറഞ്ഞത്. ഈ ഫിഷിൻ്റെ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വയറിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുക എന്ന് പറഞ്ഞാൽ ആ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന അനേകരുണ്ട്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. ദൈവം കൂടുണ്ടെങ്കിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്. എനിക്കറിയാം, ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഇതിനകത്ത്. അവരുടെ ഒന്നും ജീവിതത്തിൽ ഒരു ദിവസം പോലും അവർ ചിന്തിച്ചിട്ടില്ല ദൈവം കൂടെ ഇല്ലെന്നുള്ളത്. അവരുടെ ഏക ആശ്വാസം ദൈവം കൂടെ ഉണ്ടെന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ജോനയുടെ അനുഭവം നമുക്കറിയാം. അവൻ മത്സ്യത്തിനകത്ത് കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. കാരണം അവന് പൂർണ്ണ ബോധ്യമുണ്ടായി, ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടാ ഹല്ലേലൂയ നിനവേൽ നിന്ന് പ്രസംഗിക്കേണ്ട, ഞാനിപ്പോൾ എവിടെയാ? കടലിൻ്റെ അടിയിൽ ഏതോ ഒരു മത്സ്യത്തിൻ്റെ വയറിനകത്താ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിളിയെ മറന്നു പോകുമ്പോൾ, നാം ആരാണെന്നുള്ളത് മറന്നു പ്രവർത്തിക്കുമ്പോൾ, ഒരു പരിധി വരെ ഹല്ലേലൂയ, ഒരു പരിധി വരെ ദൈവം നമ്മളെ അനുവദിച്ചെന്നിരിക്കും. ഇന്ന് ഉച്ചയ്ക്കത്തെ എൻ്റെ മെസ്സേജ് അതായിരുന്നു. ദൈവം ഒരു പരിധി വരെ അനുവദിക്കുന്നു എന്നുള്ളത് നാം ചെയ്യുന്നത് ശരിയാണെന്നുള്ളതിൻ്റെ അപ്രൂവൽ അല്ല. ഇഫ് ഗോഡ് ഹാസ് ബീൻ സൈലന്റ്
with you for some time doesn't mean that God is approving the way you and I live. Absolutely no. God is quiet. God has been silent. What does it prove? He is giving us time to repent. എവിടെയാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? 50-ാം സങ്കീർത്തനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. 50-ാം സങ്കീർത്തനം താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, 21-ാമത്തെ വാക്യമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവരെന്ന് നീ നിരൂപിച്ചു. When you did all these things, I was quiet, I was silent, you thought that I am like you. അങ്ങനല്ലേ ആ വചനം എഴുതിയേക്കുന്നത്? Psalms 50 verse 21. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവനെ ഇത് ഓർത്തുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിക്കാൻ ആരും ഉണ്ടാകുകയില്ല. ഇത് ആരോടാ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? അതിന് മുകളിൽ 2 വാക്യങ്ങൾ നോക്കിയാൽ മുകളിലോട്ട് മാറി. നീ ശാസനയെ വെറുത്തു, 17-ാമത്തെ വാക്യം. verse 17, നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വാഞ്ചന പിടയ്ക്കുന്നു, നീ ഇരുന്നതിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ദൈവമക്കളുണ്ട്. ശാസനയെ വെറുക്കുന്നവരുണ്ട്. വചനത്തെ പുറകിൽ, ദൈവത്തിന്റെ വചനത്തെ പുറകിൽ എറിഞ്ഞു കളയുന്നവരുണ്ട്. കള്ളനെ കണ്ടാൽ അവൻ്റെ കൂടെ കൂടുന്നവരുണ്ട്. എത്രയോ പേരുണ്ട്. വ്യഭിചാരികളോട് പങ്കുകൂടുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ഒത്തിരിയുണ്ട്. ആവശ്യമില്ലാത്തത് കാണുന്നത്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഒത്തിരി ഉണ്ട് ദൈവമക്കളെ. ഇതെല്ലാം കഴിയുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട്. ദൈവ പൈതലായ നീ വെളിച്ചത്തിലല്ല രഹസ്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സഭയ്ക്ക് പുറത്തു പോകുമ്പോൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഒരുപക്ഷെ നീ ഇത് ചെയ്യുന്നുണ്ടാകാം. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് നീ വിചാരിച്ചു ഞാൻ നിന്നെ പോലുള്ളവനാന്ന്. അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞത് നോക്കിയേ, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇവരെ നിരത്തി വെക്കും. നിന്റെ ജീവിതത്തിന്റെ വഴികളെ മുഴുവനും ഒരു നാളിൽ നിന്റെ മുമ്പിൽ ഞാൻ നിരത്തി വെക്കും. പ്രൈസ് ഗാഡ്. അതിന് താഴെ എഴുതിയിരിക്കുന്നുണ്ടോ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വെരി സിമ്പിൾ വേഴ്സസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ശ്രേഷ്ഠകരമായ ഒരു വിളിക്കാം. ലോകത്തിന്റെ വെളിച്ചമാകുവാൻ, ഭൂമിയുടെ ഉപ്പാകുവാനാണ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും, കർത്താവ് പറഞ്ഞു എന്തോന്നറിയോ, ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ ആരും വെക്കാറില്ലെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Let me turn to that verse. Matthew chapter 5 verse 15. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. Neither do men light a candle and put it under a bushel or a basket, but on a candlestick, and it gives light unto all that are in the house. എന്താണെന്നറിയോ അതിൻ്റെ അർത്ഥം? കർത്താവ് തന്ന കൃപാവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ബസ്ക്കറ്റ് എടുത്തിട്ട് അത് അടച്ചു വെക്കുക. കർത്താവ് നമുക്ക് കൃപകൾ തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് വിളി തന്നിട്ടുണ്ട്. കർത്താവിനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ വിളി നമുക്കുണ്ട്. എന്നാൽ നമ്മളതിനെ ഒരു പറയുടെ കീഴിൽ, ഒരു പാത്രത്തിൻ്റെ കീഴിൽ മൂടി വെച്ചിരിക്കുക, വിളക്ക് തണ്ടിന്മേൽ വെക്കാതെ. അതാ പറഞ്ഞിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് വി ആർ ടേക്കിംഗ് അവർ കോളിംഗ് ലൈറ്റ്ലി. ദൈവമക്കളെ, ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പ്രസംഗിക്കണമെന്നോ, എല്ലാവരും പാട്ടുകാരാകണമെന്നോ, എല്ലാവരും ഇവാഞ്ചലൈസേഴ്സ് ആകണമെന്നോ ഒന്നുമല്ല. കർത്താവിൻ്റെ രാജ്യത്തിന് എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും എന്താ പ്രയോജനമുള്ളത്? ദാറ്റ് ഈസ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്. ഏതെങ്കിലും രീതികളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എന്നിലൂടെ ചെല്ലുന്നുണ്ടോ? നിങ്ങളിലൂടെ ചെല്ലുന്നുണ്ടോ? അതൊരു പക്ഷേ ഏതെങ്കിലും സാധുക്കളായിരിക്കുന്ന ദൈവമക്കളെ സഹായിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കഷ്ടത അനുഭവിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, മിഷണറിമാരെ, കുടുംബങ്ങളെ സഹായിക്കുന്നതുകൊണ്ടാകാം,
അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് സുവിശേഷം എത്തുവാൻ തക്കവണ്ണം അതിൽ നമ്മളൊന്ന് മുഖാന്തരമാകുന്നത് കൊണ്ടാകാം. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് പ്രേരണ തരുന്നെങ്കിൽ കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാകാം. അതല്ലെങ്കിൽ ചിലരുടെ അടുത്ത് വചനം കൊണ്ട് കടന്നു പോകുന്നത് കൊണ്ടാകാം. We know what calling the Lord called us to be having. നമ്മളത് ചെയ്യുന്നുണ്ടോ ദൈവ സഹോദരങ്ങളെ? അത് ചെയ്യുന്നില്ലെങ്കിൽ നാം ഉറങ്ങുന്നവരാണ്, നാം ഉറങ്ങിപ്പോയവരാണ്. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികളുള്ളവർ മാത്രമാണ് ഉറങ്ങിപ്പോകുന്നത്. അവരോടാണ് ഇന്നത്തെ രാത്രി കർത്താവ് പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. കൂട്ടുകാരോട് ഉറങ്ങാനല്ല നിന്നെ വിളിച്ചത്, ലോകത്തിന്റെ സുഖം പറ്റി ഉറങ്ങുവാനല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാനാ. എന്നെ വിളിച്ചത് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാനാണ്. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവമക്കളെ. അധികം താമസിക്കാതെ നമ്മുടെ ഈ കണ്ണിന് മുമ്പിൽ കാണുന്നതെല്ലാം ഇല്ലാതെയായി പോകും. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം പറയുന്നതാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികൾ മാത്രം നിലനിൽക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ നിർത്തും. എബ്രായ ലേഖനം 12-ാം അധ്യായം അവിടെ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നു, I am going to shake all the shakeable things so that the unshakable shall remain. കുലുങ്ങുന്നതിനെല്ലാം കർത്താവ് കുലുക്കാൻ പോകുകയാണ്. ഈ ലോകത്തിൽ കുലുങ്ങാത്തതായിട്ട് എന്തോ ഉണ്ട്? അൺഷേക്കബിൾ ആയിട്ട് ഈ വേൾഡിൽ എന്തെങ്കിലും ഉണ്ടോ? You tell me, my brother, my sister, is there anything in this world which is unshakable? Absolutely zero. Everything is shakeable. ഒരു ഭൂകമ്പം, ഒരു എർത്ത്ക്വേക്ക് വന്നാൽ നമുക്കറിയാം എന്തോ നിൽക്കുമെന്ന്. അവിടെ എല്ലാം മൺകൂനയായിട്ട് മാറും. No skyscrapers will be there, no buildings will be there, no bridges will be there, nothing will be there. It's all a pile of mud. There is nothing in this world which can be said unshakable. What does the Lord says? I am going to shake all the shakeable things so that the unshakable shall remain. ഈ കുലുങ്ങി പോകുന്നതിനെയൊക്കെ ഞാൻ ഒരിക്കൽ കുലുക്കാൻ പോകുകയാ. എന്തിനെന്നറിയാമോ? കുലുങ്ങാത്തത് നിലനിൽക്കാൻ. കുലുങ്ങാത്തത് എന്താണെന്നറിയാമോ? ക്രിസ്തു, Lord and His church, that will never be shaken. Praise the Lord. നമ്മൾ കുലുങ്ങാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ കർത്താവിനോട് പറ്റിച്ചേർന്ന് നാം ജീവിക്കണം. എന്നെ വിളിച്ചിരിക്കുന്ന വിളിയിൽ, നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്തരായി കർത്താവിനെ സേവിക്കണം. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കണം. ഇതുവരെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് വിളിയാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? Is there anybody who is listening to me who do not know what sort of a calling you have been called after? ആരെങ്കിലും ഉണ്ടോ? Ask God. He is the one who is calling you, not me or not someone else. Ask God, Lord, which way you called me to serve you? അങ്ങയെ ശുശ്രൂഷിക്കാൻ തക്കോണം അങ്ങനെ എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? Ask the Lord to reveal it to you. കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്നെ അങ്ങനെയാണ് അങ്ങ് വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചൊരു ഭാരമുണ്ടോ ദൈവമക്കളെ നമുക്ക്? ഹല്ലേലൂയ. കർത്താവെ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ വേല ചെയ്യുകയാണ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങനെ വിളിച്ച പ്രകാരം ആ ഒരു ദാഹം, ആ ഒരു ആഗ്രഹം, ആ ഒരു തീഷ്ണത നമുക്ക് എത്ര പേർക്കുണ്ട്? നമ്മളെല്ലാവരും ഫിസിക്കലി സെക്കുലർ ജോബ് ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും നമുക്ക് സെക്കുലർ ജോബിനെ കുറിച്ച് ഭയങ്കര കരുതലല്ലേ? നമുക്ക് 9:30 ഓഫീസിൽ പോയി എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും 9:15 വരെ കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങത്തില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പറയുമോ, ഓ ഇന്ന് ചർച്ചിൽ പോകുന്നില്ല, ചർച്ചിൽ പോകണമെന്ന് തോന്നുന്നില്ല? നമ്മൾ ആരെങ്കിലും പറയുമോ അങ്ങനെ? ഹല്ലേലൂയ. നമ്മൾ ലാഘവത്തോടെ എടുക്കുമോ ദൈവമക്കളെ? അല്ലെ ഓഫീസിൽ പോയി നമ്മൾ ഉറങ്ങുമോ? ഓഫീസിൽ പോയി വെറുതെ രാവിലെ പോയി 9:30 അവിടെ ചെന്നിട്ട് വൈകിട്ട് 5:30 വരെ ചുമ്മാ അവിടെ നടക്കുമോ? നടക്കാൻ പറ്റത്തില്ല. കാരണം we are taking it seriously. We are taking our secular calling seriously. But what about our spiritual calling? Calling by God. Are we taking it seriously? നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ലെങ്കിൽ നാം ലജ്ജിക്കേണ്ടതായ ഒരു നാൾ വരുന്നു. നമ്മളെല്ലാവരും ലജ്ജിക്കേണ്ടതായ ഒരു നാൾ വരുന്നു. ആരതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലയോ അവർ ലജ്ജിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില സൈനുകളിലൂടെ, ചില അടയാളങ്ങളിലൂടെ അവിടെ നമ്മളെ കുലുക്കുന്നുണ്ട് ചില ജീവിത സാഹചര്യങ്ങളിൽ. അതിലും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ
ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം, നാം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ദിവസം വരുന്നുണ്ട് നമുക്ക്. ഇന്നെല്ലാവരും ഈ ലോകം മുഴുവനും ചർച്ചിലേക്കൊന്ന് നോക്കുക. ഈസ് ദേർ എനി ഹോപ്പ് ഇൻ ദ ചർച്ച്? ഈസ് ദേർ എനി ഹോപ്പ്? ഈസ് ദേർ എനി ഹോപ്പ്? നമ്മൾ കാണുന്ന ഓരോ ഫ്രണ്ട്സും, നമ്മുടെ ഓഫീസിലിരിക്കുന്ന ഓരോ ഫ്രണ്ട്സും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ കൊളീഗ്സും, നമ്മുടെ കൂടെ പഠിക്കുന്ന ഓരോരുത്തരും, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു നിലവിളിയുണ്ട്. ഈസ് ദേർ എനി ഹോപ്പ്? ഐ ടെൽ യു, യു ആൻഡ് ഐ ആർ കോൾഡ് ടു ഗിവ് ദാറ്റ് ഹോപ്പ്. ഹു ഈസ് ദാറ്റ് ഹോപ്പ്? ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. Is there any hope? You are the one to answer that. I am the one to answer that question. അതിന് പകരം നമ്മളും ഹോപ്പ് ഇല്ലാത്തവരെ പോലെ അവരുടെ കൂടെ ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. We are sleeping. And the Lord says, awake you who sleeper. Arise from the dead. Christ Jesus will give you light so that you can reflect the light of God to other people. നമുക്കറിയാം, ജോനയുടെ ജീവിതം അവിടെ അവസാനിക്കുകയല്ല. He came back to God. He fulfilled his role. He preached to Nineveh, and Nineveh repented. And God could save their whole country. Right from the king down to the animals, all have fasted and feared God. We know that. ജോന ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ പോയത്. രാജാവ് മുതൽ ഈ കാലിത്തൊഴുത്തിലുള്ള അല്ലെങ്കിൽ പശുത്തൊട്ടി കിടക്കുന്ന കൊച്ചു കിടാക്കൾ വരെ, പശുക്കുട്ടികൾ വരെ ഉപവസിച്ചെന്ന് വചനം പറയുന്നുണ്ട്. അതുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുത്തില്ല നാട്ടുകാർ. അവർ രട്ടെടുത്ത് ഉപവസിച്ചു. ദൈവം അവരോട് അനുതപിച്ചു. About prodigal son we know, when he was shaken at the pig's house, he came back to his father. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. When Jonah was in the belly of the fish, Lord met with him. When this prodigal son was in the pig's house, God met with him there. Sometimes God brings us to a place where you and God will meet face to face. ദൈവത്തെ അഭിമുഖമായി കാണുന്ന ചില സന്ദർഭങ്ങൾ ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും. അവിടെ വേറെ ആരുമില്ല, മറ്റാരും സഹായിക്കാൻ കാണത്തില്ല. അവിടെ only God and me. There is no one. Not my father, not my mother, not my wife, not my children. Me and God face to face. That is what has happened in Jonah's case when he was in the belly of the fish. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ജോനയ്ക്ക് ഒന്ന് മനസ്സിലായി, ദൈവവും ഞാനും മാത്രം, എന്നെ സഹായിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ ദൈവം മാത്രം. അത് തന്നെയാ പ്രോഡിഗൽ സൺ മനസ്സിലായത്. When he was in the pig's house, that is the place where he came to his senses. അവന് സുബോധം വന്നേ അവിടെ വെച്ച. He went back to his father. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷേ നമ്മളിൽ പലരും അവിടെ എത്തിയിട്ടുണ്ടാവത്തില്ല. പക്ഷെ നാളെ അവിടെ എത്തിക്കൂടാ എന്ന് പറയാനാവില്ല. Let us take our calling seriously. നമ്മുടെ വിളിയെ, നമുക്ക് തെരഞ്ഞെടുപ്പിനെ നമുക്ക് ഗൗരവത്തോടെ കാണാം. ഇതുവരെ നമ്മൾ ആ ഗൗരവത്തോടെ കണ്ടിട്ടില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഗൗരവത്തോടെ കാണുന്നുണ്ട്, നമ്മുടെ ജോലി ഗൗരവത്തോടെ കാണുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം ഗൗരവത്തോടെ കാണുന്നുണ്ട്, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഗൗരവത്തോടെ കാണുന്നുണ്ട്. എല്ലാം നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ട്. പക്ഷെ ഗൗരവത്തോടെ കാണാത്തതൊന്നു മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്പിരിച്വൽ ലൈഫ്. ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, ദാറ്റ് ഈസ് ദ ഓൺലി തിങ്, വൺ തിങ് that is going to be eternally valuable. Only one thing that is going to be eternally valuable. കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഇന്നത്തെ രാത്രി കേൾപ്പിച്ച വചനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം.